കുടുംബവുമൊത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ച് സുരക്ഷാ മേഖലയിലെത്തിയതും അവലോകന യോഗത്തിൽ പങ്കെടുത്തതും വിവാദത്തിൽ. അനൌദ്യോഗിക സന്ദർശനമെന്ന വിശദീകരണം വന്നെങ്കിലും വിവാദം കെട്ടടങ്ങുന്നില്ല. വീണ വിജയന്റെ മകനടക്കം ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തതിന്റെ ദൃശ്യം ഉയർത്തിയാണ് സൈബർ ലോകത്തെ വിമർശനം. ആരാണ് ഈ യുവ അധികാരി എന്ന ചോദ്യമുയർത്തി മുൻ DGP ജേക്കബ് തോമസും രംഗത്തു വന്നു. 2 ദിവസം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലാ വിജയനും മകൾ വീണ വിജയനും കൊച്ചുമകൻ ഇഷാനും വിഴിഞ്ഞം തുറമുഖം സന്ദർശിക്കാനെത്തിയത്. മന്ത്രിമാരും IAS ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. മെയ് 2-ന് പ്രധാനമന്ത്രി എത്തി തുറമുഖം കമ്മീഷനിംഗ് ചെയ്യുന്നതിന് മുന്നോടിയായി നേരിട്ട് വിലയിരുത്താനാണ് മുഖ്യമന്ത്രി എത്തിയത്. എന്നാൽ അതീവ സുരക്ഷാ മേഖല സന്ദർശിച്ചപ്പോഴും അവലോകന യോഗത്തിലും കുടുംബവും ഒപ്പമുണ്ടായിരുന്നു. മന്ത്രിമാരും IAS ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ കുടുംബവും സംബന്ധിച്ചതാണ് വിവാദമായത്. അനൌദ്യോഗിക സന്ദർശനമെന്ന് വിസിൽ MD ദിവ്യ S അയ്യർ അടക്കം വിശദീകരിക്കുന്നുണ്ടെങ്കിലും തന്ത്രപ്രധാന മേഖലയിൽ ഇവർക്ക് എങ്ങനെ അനുമതി ലഭിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. രാജ്യാന്തര തുറമുഖത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന നടപടിയാണെന്നും വിമർശനം ഉയരുന്നു. വിസിൽ MDയും മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ ഏതാണ് യുവ അധികാരി എന്ന ചോദ്യമുയർത്തി മുൻ DGP ജേക്കബ് തോമസും ഫേസ്ബുക്കിൽ വിമർശനം ഉന്നയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.